ഹായ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ചിക്കൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ചിക്കൻ റോസ്റ്റ് ഫോം ആക്കിയെടുക്കുന്നത് നോക്കാം. സോ ഇന്നത്തെ റെസിപ്പി സ്പെഷ്യലാണ് ചിക്കൻ കറി വെസസ് ചിക്കൻ റോസ്റ്റ്. വാച്ച് ഇറ്റ് ഔട്ട്. അപ്പം നമുക്കിന്ന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാൻ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിമും ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാകുമ്പോഴത്തേക്കും ഇതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ പ്രിഫർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. പക്ഷെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്, നാടൻ കറി ആയതുകൊണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉള്ളി 4 സവാള, മീഡിയം സൈസ് സവാള 4 എണ്ണം നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പം നമുക്കിനി ഇതിലോട്ട് ഈ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയൊക്കെ വേഗം തന്നെ വഴണ്ടി കിട്ടും. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുള്ളത്. ഞാനൊരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചോപ്പറിൽ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കല്ലിൽ നന്നായിട്ട് ചതച്ചെടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി ഇതും നമ്മൾ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പം പച്ചമണം മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കറിക്കൊക്കെ ഒരു പച്ച സ്മെല്ല്, ഒരു പച്ച കുത്തുണ്ടാവും. അപ്പോൾ അത് കറി കഴിക്കാനൊരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. പച്ചമണം എപ്പോഴും അത് കളഞ്ഞിട്ട് തന്നെ ഓരോ സ്റ്റെപ്പും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറണം, അതുവരെ നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയാണ്. നമ്മുടെ നാടൻ കറിക്കൊക്കെ കറിവേപ്പില ഇല്ലാതെ എനിക്ക് നാടൻ കറികളൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കറിവേപ്പില. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 2 ടീസ്പൂൺ. ഇനി ഈ പൊടികളെല്ലാം നമ്മുടെ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ആ ഒരു കൂട്ടുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം കംപ്ലീറ്റ് മാറണം. അല്ലാന്നുണ്ടെങ്കിൽ ആ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് നിന്ന് കഴിഞ്ഞാൽ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറ്റുക. ഈ ഒരു ടൈമിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ആഡ് ചെയ്യരുത്, 1 ടേബിൾ സ്പൂൺ. നല്ല തിളപ്പിച്ച വെള്ളമായിരിക്കണം, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. 1 ടേബിൾ സ്പൂൺ വെള്ളം. നമ്മൾ ഈ വെള്ളം ആഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല എല്ലാം കണ്ടോ നന്നായിട്ട് ഈ ഉള്ളിയിലോട്ട് നന്നായിട്ട് പിടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിടിക്കത്തില്ല. അത് മാത്രമല്ല, ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ അതിലോട്ടൊന്നും നന്നായിട്ട് ഇത് മിക്സ് ആവത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ചിക്കനിലോട്ടൊക്കെ മസാല പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മസാലയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. മസാലയായിട്ട് നന്നായിട്ട് ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട്
ഒരു 15 മിനിറ്റ് വേവിക്കണം. അതിനിടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ അടപ്പ് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാൻ പാടില്ല. ഇനി ഇതിൽ ചിക്കനിൽ നിന്നും ഉള്ളിൽ നിന്നും ഒക്കെ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരും. അതാണ് അതിന്റെ ടേസ്റ്റ്. എക്സ്ട്രാ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം വേണ്ട ഇറങ്ങി വന്നിട്ടുണ്ട്. ഇറങ്ങി വരുന്നതേ ഉള്ളൂ. കുറേശ്ശെയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പക്ഷെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. സൈഡിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. നമുക്കിനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 15 മിനിറ്റ് വരെ വേവിക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു തക്കാളി, നല്ല റെഡ് കളറിലുള്ള തക്കാളി, വലിയ ഒരെണ്ണമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ സാധാരണ വഴറ്റാറാണുള്ളത്. ഇപ്പം ഞാൻ ഇതിൽ ഇങ്ങനെ തന്നെ തക്കാളി ഈ ഒരു പരുവത്തിന് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒത്തിരി അങ്ങ് തക്കാളി അങ്ങ് ഉടഞ്ഞ ഇതായി പോകത്തുമില്ല. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് തക്കാളിയും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് അങ്ങ് വെന്ത് ചേരുന്ന ഒരു വെജിറ്റബിൾ ആണ്. അപ്പോൾ അധികം അങ്ങ് വേവൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് അങ്ങ് ഉടഞ്ഞ് ചേർന്നോളും. അപ്പം ഞാനിത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പിയിൽ ഇങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗരം മസാല. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് നീര് ഒക്കെ ഇതിൽ നിന്ന് തന്നെ, ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുള്ള നീരാണ്. പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും തക്കാളിയിൽ നിന്നും ഒക്കെ ഇറങ്ങി വന്നിട്ടുള്ള നീരാണ് ഇതിലുള്ളത്. നമ്മൾ വെള്ളമൊന്നും ഒട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് ആയി വരണം. കുറച്ചും കൂടെ ആവാനുണ്ട്, കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ ഇത് പരുവമാകുമ്പോഴത്തേക്കും ഇതിൻ്റെ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ കറി ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട് എണ്ണ. അപ്പം നമുക്ക് ഇത് പരുവമായി വരുന്നുണ്ട് എന്നുള്ളതാണ്. നന്നായിട്ട് പരുവാകുമ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും കറി ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഞാൻ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ, എരിയൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പ് വേണം. എരിവ് ആവശ്യത്തിനുണ്ട്. അപ്പോൾ എരിവ് കൂടുതലുള്ളവർക്ക്, സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എനിക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം സ്പൈസി ആക്കുന്നില്ല. ഉപ്പ് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പൊക്കെ കറക്റ്റിനുണ്ടെങ്കിലേ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ കറി ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ്റെ നേച്ചർ അനുസരിച്ച് വേണം നിങ്ങളുടെ കുക്കിംഗ് ടൈമൊക്കെ നിശ്ചയിക്കാനായിട്ട്. എൻ്റെ കയ്യിലുള്ള ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വേവില്ലാത്ത ചിക്കനാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നാട്ടിലെ ചിക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വേവ് ഉള്ളതാണ്. അപ്പോൾ നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ നല്ല വേവ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ ഏത് ടൈപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ കുക്കിംഗ് ടൈമൊക്കെ ഡിസൈഡ് ചെയ്യുക. നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നന്നായിട്ട് നീര് വരാനുണ്ട് ഇതിൽ. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നീര് നന്നായിട്ടങ്ങ് വറ്റിച്ചെടുക്കാം. അപ്പോഴാണിത് നല്ല റോസ്റ്റ് പരുവത്തിന് ആവുന്നത്. അപ്പം നിങ്ങൾക്ക് ചിക്കൻ കറിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ എടുക്കാം. കറി ചാറുണ്ട്, കറിയായിട്ട് എടുക്കാം. ഇപ്പോൾ റോസ്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. നമ്മുടെ ചിക്കൻ നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് പരുവായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ പാൻ എടുത്തിട്ട് അതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു കാസ്റ്റ് അയണിൻ്റെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല കുഴിയുള്ള കാസ്റ്റ് അയണിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും വലിയ പാൻ ഇല്ല, ചെറുതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ചിക്കൻ ആഡ് ചെയ്ത് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ, വളരെ കുറച്ച് മതി, ഒരു ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ
കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒരു 3-4 ഏലക്ക, 2 ഗ്രാമ്പൂ. ഒത്തിരി വേണ്ട, ഒത്തിരി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക സ്പൈസസിൻ്റെ ഒക്കെ ഒരു പച്ചക്കുത്തുണ്ടാവും. പിന്നെ ഒരു തക്കോലത്തിൻ്റെ ഒരു ചെറിയ പാട്ട്, ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടങ്ങ് വഴറ്റാം. ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കറി പൗഡേഴ്സ് ആണ്. 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി, 1 ടീസ്പൂൺ വേണ്ട, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. അത് മാത്രമല്ല നമ്മുടെ കറിക്കൊരു പ്രത്യേക കളറും കിട്ടും. നമുക്ക് നല്ല റെഡ് ആയിട്ടുള്ളൊരു കളർ കിട്ടും, ഡാർക്ക് റെഡ് ആയിട്ടുള്ളൊരു കളറ്. അപ്പോൾ നമ്മുടെ റോസ്റ്റ് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ കുറച്ച് പാർട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ ചെറിയ പാനാണുള്ളത്. അതുകൊണ്ട് കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് എങ്ങനെയാണ് ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ചിക്കൻ്റെ ഒരു പാർട്ട് ഇതിലോട്ട് നോൺ സ്റ്റിക്കിൽ നിന്ന് ഇതിലോട്ട് കാസ്റ്റ് അയണിൻ്റെ പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് കാസ്റ്റ് അയണിൻ്റെ പാനാണ്. അപ്പോൾ കാസ്റ്റ് അയണിൻ്റെ നല്ല കുഴിയുള്ള പാൻ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ചിക്കനും ഒരുമിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിങ്ങനെ ഇളക്കി അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നീരെല്ലാം വറ്റി നല്ല ഒരു റോസ്റ്റ് പരുവത്തിനായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേഗം തന്നെ ഇത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ റോസ്റ്റ്.